പ്രിയമുള്ളവരെ, ഞാൻ അനീഫ് കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ റമദാനായതുകൊണ്ട് ഷോപ്പിലെ തിരക്ക് കാരണം വീഡിയോ ചെയ്യാറില്ല. നാം ഇന്ന് ലോകം മൊത്തം യുദ്ധഭീതിയിലാണ്. സാധാരണഗതിയിലുള്ളതല്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെ യുദ്ധങ്ങൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഒന്നാം ലോകം, രണ്ടാം ലോകം, ഇങ്ങനെ ഇറാഖ്, അമേരിക്ക, പല യുദ്ധങ്ങളും നമ്മൾ അതിജീവിച്ച് ഈ വർത്തമാനകാലത്തുള്ള യുദ്ധം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നമ്മൾ കണ്ടറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കൊണ്ടറിയുന്നതിന് മുമ്പ് നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. സാധാരണഗതിയിലുള്ള യുദ്ധമല്ല ഇത്. ഈ യുദ്ധത്തിൻ്റെ ആഘാതം വളരെ വലുതാണ്. ഈ യുദ്ധത്തിൻ്റെ ഒരു മധ്യസ്ഥ വഹിച്ച് മുന്നോട്ടിറങ്ങാൻ ലോകരാജ്യങ്ങളിൽ ആരുമില്ല. കാരണം എല്ലാവരും യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്. അറബ് രാജ്യങ്ങൾ മൊത്തം. ഇവിടെയാണ് നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. മാത്രമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. പലരും പല പ്രവചനങ്ങളും നടത്താറുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ്, 500 വർഷങ്ങൾക്ക് മുമ്പ് പല കാര്യങ്ങൾ പ്രവചിച്ചതും അതും പലതും അസ്ഥാനത്തായതുമൊക്കെ. ഇവിടെയാണ് മുസ്ലിങ്ങളുടെ നേതാവല്ല, ലോകത്തിൻ്റെ ലോക നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെയാണ് നാം ആ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പുണ്യനബിയുടെ വായ് കൊണ്ട്, നാവ് കൊണ്ട് പറഞ്ഞതുപോലെ ഒമാ യന്തിഖു അനിൽ ഹവ. പുണ്യനബി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം ഇഷ്ടപ്രകാരം ഒന്നും ഒഴിഞ്ഞിട്ടില്ല, ഒന്നും പ്രവചിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻഹു ഇല്ലാ വഹ്യുൻ യൂഹ. ആകാശത്ത് നിന്ന് ജിബ്രീൽ എന്ന മാലാഖ മുഖേന അള്ളാഹുവിൻ്റെ വഹയും ആജ്ഞയുമല്ലാതെ പുണ്യനബി ഒന്നും പ്രവചിച്ചിട്ടില്ല. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ യുദ്ധഭൂമി ഈ വർത്തമാനത്തിൽ വളരെ ഭീതിയിലാണ്. എല്ലാ രാജ്യങ്ങളും, അറബ് രാജ്യങ്ങളോ പ്രവാസ ലോകമോ അല്ല, പാശ്ചാത്യരെല്ലാം യുദ്ധഭൂമിയിലാണ്, യുദ്ധഭീതിയിലാണ്. ഒന്നുമില്ലാത്ത ശൂന്യമായി കിടന്നിരുന്ന, ഒരു കാക്കക്കിരിക്കാൻ തണില്ലാതിരുന്ന ഒരു മരുഭൂമിയുടെ സങ്കല്പം. പഴയകാലം, ഒന്നുമില്ലാതെ പ്രവിശാലമായ മരുഭൂമി. 500, 1000 1500 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യനബിയുടെ നാവ് കൊണ്ട് മൊഴിഞ്ഞു. ഇങ്ങനത്തെ മരുഭൂമിയിൽ, അറബ് രാജ്യങ്ങളിൽ ഒരു സമ്പാദ്യമുണ്ട്, പെട്രോളും ഡീസലും. അതിൻ്റെ അടിയിൽ നിന്ന് ഖനനം എടുത്തുകൊണ്ട് അതിലൊത്തിരി രാഷ്ട്രങ്ങൾ, അറബ് രാജ്യങ്ങളായാലും പേർഷ്യരായാലും അമേരിക്കയായാലും ഇസ്രായേലായാലും ഉടമ്പടികളും പലതും. ഈ അറബ് രാജ്യത്തിൻ്റെ സമ്പാദ്യ സ്രോതസ് ഇതിലൂടെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു യുദ്ധ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പുണ്യ റസൂലിൻ്റെ പ്രവചനം, അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം അതിൽ അകപ്പെട്ടുകൊണ്ടൊരു യുദ്ധം. സാധാരണഗതിയിലുള്ള സമാനമായ യുദ്ധമല്ല ഇത്. നമ്മൾക്കെല്ലാവർക്കും ബാധിക്കും. ലോകം ഒന്നടങ്കം. പ്രവാസികൾ, ബിസിനസ്സുകാർ, കേരളക്കാർ, ഇന്ത്യക്കാർ, ലോകക്കാർ, അബുദാബി, സൗദി, ദുബായ്, കുവൈത്ത്, ഒരു ഒമാൻ മാത്രമേ ഇതിൽ സേഫ്റ്റിയായി നിൽക്കുന്നുള്ളൂ. നമ്മളെല്ലാം, എൻ്റെ മേഖല ടെക്സ്റ്റൈൽസ് മേഖല, എല്ലാം നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൊണ്ടറിയുന്നുണ്ട് കണ്ടറിയാൻ. എയർപോർട്ടുകളൊക്കെ അടച്ചു. എയർപോർട്ടുകൾ ആൾ നിറഞ്ഞിരിക്കുകയാണ്. ബിസിനസ് ആയാലും വക്കാലയായാലും സൂപ്പർ മാർക്കറ്റായാലും ഒന്നും വേണ്ട, നാട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ഗതിയിലാണ് പ്രവാസ ലോകം പലരും. വളരെ ആപൽകരമായൊരു ഘട്ടത്തിലേക്കാണ് ഇത്. അനിശ്ചിതമായിട്ടുള്ള കൊണ്ടതാവുമോ? കാരണം പല സൂചനകളും പല പ്രവചനങ്ങളും ഇസ്ലാമിക വിശ്വാസപ്രകാരം പലതും നമ്മുടെ മുന്നിൽ കാണേണ്ടതുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സൂചനകളാണ്. ലോകത്തിൻ്റെ അവസാന കാലങ്ങളാണോ? ആർക്കറിയാം, തമ്പുരാന് മാത്രം. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. പല പണ്ഡിതന്മാരുടെയും പല ഗവേഷകരുടെയും പല പ്രസ്താവനകളും പല പഴയകാല പ്രസംഗങ്ങളും ഒക്കെ കേട്ടാൽ നമുക്ക് പലതും മുന്നിൽ കണ്ടു വായിക്കേണ്ടതുണ്ട്, കണ്ടു പഠിക്കേണ്ടതുണ്ട്. ഇമാം മഹ്ദി എവിടെ? യുദ്ധം എങ്ങനെ, എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു? പുണ്യ റസൂലിൻ്റെ പ്രവചനം ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. വളരെ ആഘാതമാണ്. ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഇത് 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ അതിൽ മറ്റൊരാൾ ഉടമ്പടി, ഒരു മധ്യസ്ഥ നിന്നുകൊണ്ട് പിന്നെ അത് സംയമനമാക്കും. ഇതങ്ങനെ രംഗമില്ല. എല്ലാവരും അകപ്പെട്ടു. അറബ് രാജ്യങ്ങൾ മൊത്തം ഇതിൽ ഭാഗവത്താണ്. അതുകൊണ്ട് ജാഗ്രതയോടെ
നമ്മുടെ ജീവിതശൈലികളൊക്കെ മാറാൻ പോവുകയാണ് എൻ്റെ നിഗമനത്തിൽ. കാരണം മൊത്തമുള്ളൊക്കെ ഇത് കൊറോണയും മറ്റും പോലെ ആയിരിക്കില്ല. മൊത്തം നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയുടെ സ്രോതസ് തന്നെ ഗൾഫ് മേഖലയാണ്. ഗൾഫ് മേഖലയിൽ ഇതൊരു മാസം ക്യാഷ് വന്നിരിക്കുന്ന മലപ്പുറത്തിൻ്റെ അവസ്ഥ എന്താ? അപ്പോൾ കൊണ്ടറിയുന്നതിന് മുമ്പ് നമ്മൾ കണ്ടറിയുക. തമ്പുരാനെ ഈ യുദ്ധം, അതിൻ്റെ ഭീതിയെ, അതിന് ഈ യുദ്ധദാഹികൾക്ക് ഒരു സമാധാനവും, അതിൻ്റെ ഫലസ്തീന മക്കൾ കരയുന്ന ആളുകളല്ല ഇറാൻ്റെ മക്കൾ, അവർ പ്രതികരിക്കും. ഫലസ്തീൻ്റെ പല തെരുവുകളിലും കുട്ടികൾ നമ്മൾ കാണുന്ന പല രോദന രംഗങ്ങൾ, ഇറാനിൻ്റെ മക്കൾ പ്രതികരിക്കും. 40 വർഷത്തോളം ഇറാനിൻ്റെ അമരത്തുണ്ടായിരുന്ന ഇറാൻ്റെ മക്കളുടെ ജീവശ്വാസമായിരുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന ആജ്ഞ ഉണ്ടായിട്ടും ആ വിലാപയാത്രയിൽ ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളാണ്. അപ്പോൾ പലസ്തീന മക്കളെ മാതിരി ആവില്ല ഇറാൻ്റെ മക്കളെ പ്രതികരണവും. പലസ്തീന മക്കൾ തെരുവിൽ അനാഥരായി വളരെ ദയനീയമായി കരയുന്ന ഒത്തിരി രംഗങ്ങൾ നമ്മൾ മീഡിയയിൽ കണ്ടതാണ്. ഇറാൻ തിരിച്ചടിക്കുന്നത് മറ്റുള്ള പ്രതിരോധിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു ഡ്രോണോ മിസൈലോ വരുന്നത്, അത് പ്രതിരോധിക്കുക എവിടുന്ന് വരുന്നു എന്ന് പോലും മറ്റു രാഷ്ട്രങ്ങൾക്ക് അറിയാത്ത രൂപത്തിലാണ് ഇറാനിൻ്റെ തന്ത്രങ്ങൾ. അപ്പോൾ യുദ്ധകൊതിയന്മാരും രക്തദാഹികളും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും യുദ്ധത്തിന് ജാതിയില്ല, ഡ്രോണുകളിൽ ജാതിയില്ല, മിസൈലുകൾക്ക് ജാതിയില്ല, മതമില്ല. ഈ യുദ്ധം സമാധാനമായിട്ട് അവസാനിക്കട്ടെ എന്ന നമ്മുടെ ഉള്ളിലൊരു പ്രാർത്ഥനയോടെ നമ്മൾ കണ്ടറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കൊണ്ടറിയുന്നതിന് മുമ്പ് നമ്മൾ കണ്ടറിയുന്ന ജീവിതശൈലി മാറ്റേണ്ട സമയമാണ് വരാറുള്ളത് എന്നൊരു ഒരു മുന്നറിയിപ്പുമായി നിർത്തുകയാണ്. ഇനിയിപ്പോൾ കട്ടുമ്പോൾ